തോറിന്റെ മ്യൂളർ പൊക്കണമെങ്കിൽ വെറുതെ ആയിരിക്കണം നമുക്കറിയാം. പക്ഷെ നമ്മുടെ മാഡ് ടൈറ്റൻ താനോസിന് ആ തോറിന്റെ മ്യൂളർ പൊക്കാൻ പറ്റുമോ? ആക്ച്വലി പുള്ളി പൊക്കിയിട്ടുണ്ട്. താനോസ് വെറുതെ ആ മ്യൂളർ പൊക്കല്ല, ആ മ്യൂളറിന്റെ ഉള്ളിൽ 6 ഇൻഫിനിറ്റി സ്റ്റോൺസും വെച്ചിട്ട് അത് യൂസ് ചെയ്ത് നമ്മുടെ തോറിനെ തന്നെ അടിച്ച് ഡിഫീറ്റ് ചെയ്ത് പുള്ളിയുടെ മുമ്പിൽ നിൽക്കുന്ന പോലെയാണ് കാണിച്ചിട്ടുള്ളത്. അങ്ങനെ തോറ് ഡിഫീറ്റായി താഴെയിരിക്കുമ്പോൾ തന്നെ ബാക്കിയുള്ള എല്ലാ അവഞ്ചേഴ്സും അപ്പുറത്ത് മരിച്ചു കിടക്കാണ്. അപ്പൊ തന്നെ നമ്മുടെ താനോസ് പറയാണ്, അസ്ഗാർഡിയൻ നിന്റെ സമയം കഴിഞ്ഞു, നീ ഇനി വാൽഹാലയിലേക്ക് പോകേണ്ട ടൈം എത്തിക്കഴിഞ്ഞു, ഇനി നീ നിന്റെ ഡിഫീറ്റ് സമ്മതിച്ചേക്കെന്ന് പറയാണ് താനോസ്. അപ്പൊ തന്നെ നമ്മുടെ തോറു ചത്താലും ചെയ്യൂല എന്ന് പറയാണ്. അപ്പൊ തന്നെ താനോസ് ആ ഇൻഫിനിറ്റി സ്റ്റോൺസിന്റെ മൊത്തം പവേഴ്സ് യൂസ് ചെയ്തിട്ട് ആ മ്യോളർ വെച്ചിട്ട് തന്നെ തോറിനടിക്കും. അങ്ങനെ ആ അടി കൊണ്ട് ഏതാണ്ട് ചാവാറായി നമ്മുടെ തോറ് താഴെ വീഴും. എന്നിട്ട് താനോസ് പുള്ളിയുടെ കാലുപയോഗിച്ചിട്ട് നമ്മുടെ തോറിന്റെ തലയെ തന്നെ ചവിട്ടി ഞെരിച്ചു കൊല്ലും. പക്ഷെ ഇവിടെയാണ് ചെറിയൊരു ട്വിസ്റ്റ്. അങ്ങനെ അടുത്ത സീനിൽ പിന്നെ നമ്മുടെ മിഡ്ഗാർഡ് ആയിരിക്കും കാണിക്കുക, അതായത് നമ്മുടെ ഭൂമി. അങ്ങനെ അവിടെ നമ്മുടെ ജെയിൻ ഫോസ്റ്ററും തോറും ഒരു കോഫിയും കുടിച്ച് നടന്നുകൊണ്ട് പോകുന്ന പോലെ കാണിക്കുകയാണ്. അങ്ങനെ നമ്മുടെ തോർ ജെയിൻ ഫോസ്റ്ററിനോട് പറയാണ്, ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ദുസ്വപ്നാണെന്ന് പറയാണ്. അതായത് നേരത്തെ കണ്ട ആ താനോസിന്റെ സംഭവമൊക്കെ നമ്മുടെ തോറും വന്നുകൊണ്ടിരിക്കുന്ന സ്വപ്നമാണ്. അതായത് നമ്മുടെ ടോണി സ്റ്റാർക്കിന് താനോസിനെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളൊക്കെ വന്നിട്ട് പുള്ളി PTSD കൊണ്ട് ബാധിക്കപ്പെട്ടിട്ടുണ്ടാവില്ലേ, അതേപോലെയാണ് ഇപ്പൊ നമ്മുടെ താനോസ് കാരണം തോറും എഫക്റ്റ് ആയിരിക്കുന്നത്. അതായത് നമ്മുടെ തോറിന്റെ മരണം താനോസിന്റെ കൈ കൊണ്ടായിരിക്കണം എന്നാണ് ഇപ്പോൾ ഈ കോമിക്കിലൊക്കെ ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.